അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, പകുതി ഒരു കാൽ ഭാഗം ആശ്വാസമായി. അച്ഛമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നതിന് ശേഷം കുറച്ചൊക്കെ ഒരു ആശ്വാസമായിട്ടോ. വല്ലാതെ ഇറങ്ങിപ്പോക്കും ഇതൊന്നുമില്ല. മക്കളെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോള് കച്ചറ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാം തവണ വോയിസ് ഓവർ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഫോണിന് വോയിസ് കുറവാണ്. ഈ സെറ്റ് വാങ്ങിയപ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യം ഫസ്റ്റ് വിചാരിച്ചു ഇതിൻ്റെ മോൾ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടാകുമായിരിക്കും വോളിയം കൂട്ടാൻ. പക്ഷേ ഫുൾ വോളിയത്തിന് സെറ്റ് ബട്ടൺ തന്നെ എന്ന് പറഞ്ഞു മൊബൈൽ കടയിൽ കാണിച്ചപ്പോൾ. പിന്നെ പൊടി പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹോളൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. എന്നിട്ട് സൗണ്ട് ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സ്പീക്കർ മാറ്റണം. പിന്നെ അതിനൊന്നും പോയില്ല, സ്പീക്കർ മാറ്റാൻ തോന്നി. പിന്നെ സെറ്റ് അത് അഴിച്ച് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കംപ്ലൈൻ്റ് ആയി വരും. അങ്ങനെ സംഭവിച്ചിട്ട് പറയുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പീക്കർ മാറ്റാനൊന്നും പോയില്ല. അധികം പഴക്കമില്ല, പുതിയ സെറ്റാണ്, 1 വർഷമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. അപ്പോൾ മക്കള് ഇന്നലെ ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങി ഞാൻ. അപ്പോഴും ഉറക്കത്തിൻ്റെ ഇത് മാറിയില്ല. 1 മാസത്തിലേറെ ആയി ശരിക്കും ഉറങ്ങിയിട്ട്. ഭക്ഷണം കഴിച്ചിട്ട് ശരിക്ക് മനസ്സമാനത്തിൽ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഒക്കെ മക്കളെ. ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു മനസ്സമാധാനമില്ല. കൂടെ ഉള്ളവർക്കും വലിയ സമാധാനമൊന്നും കിട്ടില്ല. ഇവരെ വായിലിരിക്കുന്ന തെറിയും കൂടി കേൾക്കല്ലേ. അത് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കും. പിന്നീട് മനസ്സിലായി വരുമ്പോഴത്തേക്കും ആ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് എന്ത് സമാധാനമല്ലേ. ഒരാകുമ്പോൾ അസുഖം വരുമ്പോൾ പറയും. അപ്പോൾ ആസ്പത്രിയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റൂല, നീ പറയണത് എനിക്ക് പറ്റൂല. കാര്യം കഴിഞ്ഞാലാ. അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക. ഇപ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്കൂലി 1500 രൂപയോളം വേണം. അപ്പോൾ അതാണ് ഇങ്ങനെ വൈകിയത്. പിന്നെ പുത്തമ്പള്ളി പോകണമെന്ന് പറഞ്ഞു. പുത്തമ്പള്ളിയിലൊന്നും കൊണ്ടുപോകാനൊന്നും സാധിച്ചില്ല. അപ്പം ഇനിയിപ്പോൾ ശരിക്കും ഓർമ്മയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരാഗ്രഹമല്ലേ. പുത്തമ്പള്ളിയിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. അപ്പം ഇനിയും ഷുഗറും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പുത്തമ്പള്ളിയിലൊക്കെ അതിനെ കൊണ്ടുപോയി കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കുറച്ച് ദിവസം അങ്ങനെയും പോയി. വീട് മാറലും വിഷയങ്ങളും ഒക്കെ ആയിട്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും റിസ്ക് മുഴുവൻ എനിക്കാണ്. ഒന്നൊരാൾ ഹെൽപ്പ് ചെയ്യാൻ പോലുമില്ല. അല്ലാതെ ഞാനങ്ങ് ക്ഷീണിച്ച് പോയെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെ അയൽവാസികളും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ ക്ഷീണിച്ച് പോയി മക്കളെ. എനിക്കതൊന്നും അറിയാൻ കഴിയുന്നില്ല. ആകെ ക്ഷീണിച്ചോ എന്തോ. ചിലർ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ആകെ വല്ലാതെ ക്ഷീണിച്ചിരിക്കണമെന്ന്. എന്ത് ചെയ്യണം. ഈ 10-40 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഈ ക്ഷീണം തന്നെ, ഈ പഴി കേൾക്കലും, നമ്മളെ മക്കൾക്ക് കയറലും ഇതൊക്കെ തന്നെ.
ആരാൻ്റെ അമ്മക്ക് പിരാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേരുകയാണ്. മറ്റുള്ളവർക്ക് ഇത് പറയാൻ നല്ല ഒരു ഇതാണ്. അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഒരു കക്ഷി കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ, വട്ടാണോ എന്ന് ചോദിച്ചിട്ട്. പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണത്. ഞാൻ പിന്നൊന്നും മറുപടി പറഞ്ഞില്ല കേട്ടോ. കമൻറ്റുകൾ പലതും വരുമല്ലോ, അതൊക്കെ നമ്മൾ അതിജീവിക്കണം. അതിന് എല്ലാത്തിനും പ്രതികരിക്കാൻ പോയാൽ പറ്റില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി കുടുംബത്തിലുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ കൂടെ ഉള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിഷമതകൾ എത്രത്തോളം ഉണ്ട് ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ ചൊല്ലി പരാതി വരെ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ, കളക്ട്രേറ്റിൽ ഒക്കെ. ഇങ്ങനെ ദേഷ്യം പിടിച്ച് വയലൻ്റായി ഇറങ്ങിപ്പോവും. എന്നിട്ട് യാർത്തിൻ്റെ അവിടെയൊക്കെ പോയിരിക്കും. അവിടെ ആളുകൾ കൂടും, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. ഇവർ പറയണ അതേപോലെ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുത്തതാണ്. ഈ അസുഖം വരുമ്പോൾ ഒരു സംസാരം വേറെയാണ്, ഇവർക്ക് സംശയം, ഓരോ തോന്നലുകളാണ്. എനിക്കപ്പോൾ അങ്ങനെ തോന്നുകയാണ്, ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞതാന്ന് പറയും. അവർക്കത് കാട്ടിക്കൂട്ടിയാൽ മതി. കൂടെ ഉള്ളവരിത് കേൾക്കണോ അനുഭവിക്കണോ? അവരുടെ മാനസികാവസ്ഥ എന്താ? ഈ മാനസികമുള്ളവരെക്കാട്ടിലും വല്ലാത്തൊരു അവസ്ഥയാണത്. അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ. അപ്പം അത് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെയുള്ള പേഷ്യൻ്റുള്ള വീട്ടുകളിലുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ അമ്മ ഉണ്ട് കേട്ടോ. ആൾ ചെറിയൊരു വ്ളോഗറാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, സാരമില്ല, നിങ്ങളുടെ അമ്മ അങ്ങനെയൊക്കെ തന്നെ പറയലും പെരുമാറലും, അതൊന്നും വിചാരിക്കണ്ട, പിന്നെ പ്രായമായില്ലേ. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങലാണ്. പിന്നെ നമ്മളെ തലവിധി ഇതായിരിക്കും. ചിലർക്ക് മക്കളെ കൊണ്ട് ദുഃഖം, ഭർത്താവിനെ കൊണ്ട് ദുഃഖം, ഉമ്മാനെ കൊണ്ട് ദുഃഖം ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കെൻ്റെ മോനെ കൊണ്ട് മൂത്ത മോനെ കൊണ്ട് ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിച്ചതാണ്. മകനെ പിരിഞ്ഞത് ഭർത്താവ് വിധിച്ചതാണ്. അതിൻ്റെ ദോഷം ഭർത്താവ് എടുത്തോട്ടെ. ഒരു മകനെ അവരുടെ മാതാവിൽ നിന്ന് അടർത്തി മാറ്റി ആ കുട്ടി, അതായത് എൻ്റെ മൂത്ത മോന്, അവനെത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവന് ഉമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട പ്രായത്തിൽ അവനത് 8-9 വയസ്സ് വരെ കിട്ടിയിട്ടോ. പക്ഷെ അതിന് മുന്നേ പിരിയേണ്ട സംഭവങ്ങളായിരുന്നു, കേസും കൂട്ടൊക്കെ ആവേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ മോനിങ്ങനെ വേർപെട്ട് നിൽക്കേണ്ടി വരുമോ, മോനവർ കൊണ്ടുപോകുമോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ ക്ഷമിച്ച് 7 വർഷം എൻ്റെ വീട്ടിൽ നിന്നോളാണ് ഞാൻ. അപ്പം മോനെ കൊണ്ടുള്ള ദുഃഖം ഞാൻ അനുഭവിച്ചു. സ്വന്തം മക്കളെ പിരിയാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഃഖം തന്നെയാണ്. ഇപ്പം മോനും ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അത് അങ്ങനെ വേറെ അതും ഇതൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇന്നിപ്പോൾ മോനും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അവന് പഠിക്കുകയാണ്. അവന് ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അവന് പിരിഞ്ഞ വിഷമം ഞാൻ ഒരുപാട് അനുഭവിച്ചാണ്. നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും മക്കൾ തന്നെയാണ്. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ മോളെ പ്രസവിച്ചപ്പോഴും അവളുടെ ചെറുപ്പത്തിൽ മോനെ കാണുന്ന പോലെ മോൻ്റെ ചെറുപ്പം, മോൻ്റെ കളിച്ചിരി ഒക്കെ അങ്ങനെ ഓർമ്മ വന്നിരുന്നു കേട്ടോ. മോള് കളിക്കുമ്പോഴും ഒക്കെ എനിക്കതിങ്ങനെ മനസ്സിലായി. ഞാൻ അത്രയും എന്താ പറയുക ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മളെ വെച്ചിട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ വല്ലാണ്ട് ഇതില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ പറയും.
ഇപ്പം മഴ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ അവിടെ അകത്തന്നെ കൊടുന്ന് പകുതി ഉണങ്ങിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ നമ്മൾ പിന്നെ സാധാരണ വീട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുക. മക്കളെ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ താണ്ടി വന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ ആഗ്രഹമുണ്ട്. വീഡിയോസൊക്കെ ഇടാൻ ചെയ്യും. അതിനൊന്നും എനിക്കൊരു മടിയില്ല റിസ്ക് എടുക്കാനൊന്നും. അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു വ്ളോഗൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തിയാണ്. അസ്സലാമു അലൈക്കും.